ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം 22 മാസമായി തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ആ ചർച്ചകളൊന്നും തന്നെ ഫലപ്രദമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കുവാനുള്ള സാധ്യതയിലേക്കാണ് വഴി തെളിയുന്നത്. പ്രത്യേകിച്ച് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹമാസുമായി ഇരു രാഷ്ട്രങ്ങളും നടത്തിയ ചർച്ചയിൽ പുതിയ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 60 ദിവസത്തെ വെടിനിർത്തലിന് ഹമാസ് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ വെടിനിർത്തൽ കാലയളവിൽ ഹമാസിൻ്റെ ഭാഗത്ത് തുടരുന്ന ബന്ദികളെ, അതായത് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ടവരെ 2 ഘട്ടമായി ഹമാസ് മോചിപ്പിക്കാനും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ഹമാസ് ബന്ദികൾ ആക്കിയവരിൽ 18 പേർ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട 18 പേരുടെ ഭൗതിക ശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറാനും ഹമാസ് ഒരുക്കമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ആയുധ ശേഖരം ഒരു അന്താരാഷ്ട്ര മോണിറ്ററിംഗ് സമിതിക്ക് മുന്നിൽ നൽകുവാൻ ഹമാസ് തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള അറബ് സൈന്യത്തെ ഹമാസിൽ നിയോഗിക്കണം എന്ന ആവശ്യം കൂടി ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ സൈന്യത്തെ വിന്യസിക്കണം എന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് വിശ്വസനീയമാകുന്ന ഒന്ന് എങ്കിൽ ഏറെ നിർണായകമാണ്. കാരണം 2 വർഷത്തോളമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുക തന്നെയാണ്. സമാധാനത്തിനുള്ള ഒരു സാധ്യതകളും മുന്നിൽ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ ഹമാസ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഹമാസിൻ്റെ ഈ നിർദ്ദേശത്തിന്മേൽ ഇസ്രായേൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതായിരിക്കും പ്രധാനം. പ്രത്യേകിച്ച് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഹമാസ് കീഴടങ്ങണം എന്നുള്ളതാണ്. അതായത് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണം, അവർ പോരാട്ടം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഹമാസ് അങ്ങനെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്നതല്ല, മറിച്ച് ആയുധങ്ങൾ ഉൾപ്പെടെ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ നിരീക്ഷണത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശത്തിന്മേൽ ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ത് തീരുമാനം എടുക്കും എന്നത് സുപ്രധാനമാണ്. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് ഹമാസിനെയോ അല്ലെങ്കിൽ ഗാസ പോലെയുള്ള ഭൂപ്രദേശത്തെയോ കൈയടക്കുക എന്ന ലക്ഷ്യം തങ്ങൾക്ക് ഇല്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഗാസയെ ഉൾപ്പെടെ പുനർനിർമ്മിക്കാൻ തങ്ങൾ സജ്ജമാണ് എന്നും യുദ്ധത്തിൻ്റെ ഭാഗമായി തകർന്നടിഞ്ഞ ഗാസയിലെ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുമാണ് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഹമാസ് ആകട്ടെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഫോർമുലകളും തള്ളുക തന്നെയാണ്. അതായത് ഗാസ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് ഇസ്രായേൽ കടന്നു വരുന്നതും അവിടുത്തെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുന്നതിനോടും ഹമാസിന് യോജിപ്പില്ല. ഗാസയെ പുനർനിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ഗാസ എന്ന ഭൂപ്രദേശം ഇസ്രായേലിന് അധിനിവേശപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈകളിൽ ആകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർദ്ദേശത്തിനോട് ഹമാസിനും താല്പര്യമില്ല. ഈ സാഹചര്യത്തിൽ ആണ് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ഇതിൽ ശാശ്വതമായ ഒരു കരാറിലേക്ക് ഇസ്രായേലും അതോടൊപ്പം തന്നെ ഹമാസും എത്തിപ്പെടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ഹമാസിന് ഗാസ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണമോ അല്ലെങ്കിൽ അധികാരമോ വിട്ടു നൽകിക്കൊണ്ട് ഇസ്രായേലുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകില്ല എന്ന ഒരു ഉടമ്പടിയിലേക്ക് എത്തുക, അതും ആയുധങ്ങൾ ഈ അന്താരാഷ്ട്ര ഏജൻസിയുടെ നിരീക്ഷണത്തിന് കീഴിൽ ആക്കിക്കൊണ്ട് അതിന് ഇസ്രായേലും തയ്യാറാവുക. അതായത് ഗാസയെ പുനർനിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാവുക, ഗാസയെ നിയന്ത്രിക്കുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തങ്ങൾ ഒഴിവാവുക, ഗാസ സ്വതന്ത്രമായി നിലനിൽക്കട്ടെ അല്ലെങ്കിൽ ഹമാസ് നിയന്ത്രിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ പോകുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോഴും ഇസ്രായേൽ ഹമാസിനെ സംശയത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുക. ഗാസ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് ഹമാസ് തുടരുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, ഗാസയിൽ ഹമാസിന് ഇടം ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം.
അതുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഫോർമുല, ഈ നിർദ്ദേശങ്ങൾ എല്ലാം ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ ഒരു നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്മേൽ ഇനി എന്താകും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തീരുമാനം? ബെഞ്ചമിൻ നെതന്യാഹു ഈ തീരുമാനത്തോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുമോ? അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.